ചിലന്തിയുടെ ശ്വസന അവയവം ഏത്? എ. ബുഗ്ലം, ബി. ഗില്ലുകൾ, സി. ത്വക്ക്, ഡി. ഇവയൊന്നുമല്ല. ചിലന്തിയുടെ ശ്വസന അവയവം ഏത്? ഉത്തരം എ. ബുഗ്ലം. ആൺജീവിയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തുവരുന്ന ജീവിവർഗം ഏത്? എ. സ്രാവ്, ബി. ഹിപ്പോകാമ്പസ്, സി. ഈല്, ഡി. പിരാന. ആൺജീവിയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തുവരുന്ന ജീവിവർഗം ഏത്? ഉത്തരം ബി. ഹിപ്പോകാമ്പസ്. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? എ. മയിൽ, ബി. കഴുകൻ, സി. പരുന്ത്, ഡി. പെൻഗ്വിൻ. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം സി. പരുന്ത്. ഏറ്റവും താഴ്ന്ന ഊഷ്മാവിൽ ജീവിക്കാൻ കഴിവുള്ള പക്ഷി ഏത്? എ. എംപറർ പെൻഗ്വിൻ, ബി. ഫാൽക്കൺ, സി. സ്വിഫ്റ്റ്, ഡി. വേഴാമ്പൽ. ഏറ്റവും താഴ്ന്ന ഊഷ്മാവിൽ ജീവിക്കാൻ കഴിവുള്ള പക്ഷി ഏത്? ഉത്തരം എ. എംപറർ പെൻഗ്വിൻ. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് എന്തിൻ്റെ രൂപാന്തരമാണ്? എ. രോമം, ബി. പല്ല്, സി. മൂക്ക്, ഡി. മോണ. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് എന്തിൻ്റെ രൂപാന്തരമാണ്? ഉത്തരം എ. രോമം. ഏറ്റവും വേഗം കൂടിയ ഷഡ്പദം ഏത്? എ. തേനീച്ച, ബി. ഡ്രാഗൺ ഈച്ച, സി. കൊതുക്, ഡി. വണ്ട്. ഏറ്റവും വേഗം കൂടിയ ഷഡ്പദം ഏത്? ഉത്തരം ബി. ഡ്രാഗൺ ഈച്ച. ജലജീവികളിൽ ഏറ്റവും ബുദ്ധിശക്തി കൂടിയത്? എ. തിമിംഗലം, ബി. സ്രാവ്, സി. തിമിംഗല സ്രാവ്, ഡി. ഡോൾഫിൻ. ജലജീവികളിൽ ഏറ്റവും ബുദ്ധിശക്തി കൂടിയത്? ഉത്തരം ഡി. ഡോൾഫിൻ. ഏറ്റവും ആക്രമണകാരിയായ ജീവി ഏത്? എ. പിരാന, ബി. സിംഹം, സി. നായ, ഡി. കഴുതപ്പുലി. ഏറ്റവും ആക്രമണകാരിയായ ജീവി ഏത്? ഉത്തരം എ. പിരാന. കറുത്ത മരണം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം ഏത്? എ. പ്ലേഗ്, ബി. എയ്ഡ്സ്, സി. കുഷ്ഠരോഗം, ഡി. ക്ഷയം. കറുത്ത മരണം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം ഏത്? ഉത്തരം എ. പ്ലേഗ്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ പ്രവർത്തനത്താൽ മനുഷ്യൻ്റെ ത്വക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏത്? എ. വിറ്റാമിൻ കെ, ബി. വിറ്റാമിൻ B6, സി. വിറ്റാമിൻ B12, ഡി. വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ പ്രവർത്തനത്താൽ മനുഷ്യൻ്റെ ത്വക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ ഡി. മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത്? എ. വൃക്ക, ബി. കരൾ, സി. ഹൃദയം, ഡി. ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം ബി. കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ പുനരുജ്ജീവന ശേഷിയുള്ള അവയവം ഏത്? എ. കുടൽ, ബി. പാൻക്രിയാസ്, സി. ശ്വാസകോശം, ഡി. കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ പുനരുജ്ജീവന ശേഷിയുള്ള അവയവം ഏത്? ഉത്തരം ഡി. കരൾ.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൽ നിന്നാണ് പ്രോട്ടീൻ ലഭ്യമല്ലാത്തത്? എ. മാംസം, ബി. മുട്ട, സി. മത്സ്യം, ഡി. അരി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൽ നിന്നാണ് പ്രോട്ടീൻ ലഭ്യമല്ലാത്തത്? ഉത്തരം ഡി. അരി. ഏത് അവയവമാണ് റെനിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്? എ. കരൾ, ബി. വൃക്ക, സി. പാൻക്രിയാസ്, ഡി. ശ്വാസകോശം. ഏത് അവയവമാണ് റെനിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം ബി. വൃക്ക. ഏതു രോഗത്തെ പ്രതിരോധിക്കാനാണ് BCG വാക്സിൻ ഉപയോഗിക്കുന്നത്? എ. ക്ഷയം, ബി. കുഷ്ഠം, സി. ഗോയിറ്റർ, ഡി. പെല്ലഗ്ര. ഏതു രോഗത്തെ പ്രതിരോധിക്കാനാണ് BCG വാക്സിൻ ഉപയോഗിക്കുന്നത്? ഉത്തരം എ. ക്ഷയം. മനുഷ്യഹൃദയത്തിൻ്റെ ശരാശരി ഭാരം എത്ര? എ. 400 ഗ്രാം, ബി. 500 ഗ്രാം, സി. 300 ഗ്രാം, ഡി. 100 ഗ്രാം. മനുഷ്യഹൃദയത്തിൻ്റെ ശരാശരി ഭാരം എത്ര? ഉത്തരം സി. 300 ഗ്രാം. മാറ്റിവെക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യ അവയവം ഏത്? എ. കരൾ, ബി. കോർണിയ, സി. വൃക്ക, ഡി. ഹൃദയം. മാറ്റിവെക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യ അവയവം ഏത്? ഉത്തരം സി. വൃക്ക.